സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് എഴുന്നേൽക്ക്, 7 മണിയായി. സിദ്ധാർത്ഥ്, എഴുന്നേൽക്ക് സിദ്ധാർത്ഥ്. സൂര്യൻ ഉച്ചിയിലെത്തുന്നത് വരെയും അവൻ എഴുന്നേക്കൊന്നും തോന്നുന്നില്ല. അവനെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ തന്നെയാ. പൊട്ടന്റെ മുന്നില് വെറുതെ ചങ്കൂതുന്നത് പോലെയാ. സിദ്ധാർത്ഥ്, എഴുന്നേൽക്ക്, മുത്തശ്ശൻ പൂജയ്ക്ക് വിളിക്കുന്നു. വേഗം എഴുന്നേറ്റ് കുളിക്കാൻ പറ. ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലേ കുറച്ച് നന്മ ഉണ്ടാവും പറഞ്ഞ് മനസ്സിലാക്ക്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ? ഒരു 10 മിനിറ്റ് കൂടെ ബോസ്. മുത്തശ്ശൻ വഴക്ക് പറയുന്നു. അത് ഈ വീട്ടില് സ്ഥിരം നടക്കുന്ന കാര്യ. ഇപ്പൊ എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലയോ? 5 മിനിറ്റ് ഒന്ന് പറഞ്ഞില്ലേ? 5 മിനിറ്റോ? എന്താ ചെയ്യുന്നത് കണ്ടോ? സിദ്ധാർത്ഥ്, ഞാൻ അവസാനമായിട്ട് വിളിക്കാം, എഴുന്നേൽക്കുന്നുണ്ടോ? ബോസ്, ഞാൻ ഒരു 3 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഗുഡ് മോർണിംഗ്. എന്താ ബോസേ, ഒന്നാമത് നല്ല തണുപ്പാ, അതിന്റെ അവിടെ എങ്ങനെ ചെയ്ത? നാളെ ഇതുപോലെ ചെയ്യുവാണെങ്കിലേ ഫ്രിഡ്ജിലെ വെള്ളമായിരിക്കും എടുത്തൊഴിക്കുന്നത്. നീ അതും ചെയ്യും. 10 മിനിറ്റ് കൂടെ കിടക്കാൻ സമ്മതിക്കില്ല അല്ലേ? 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ 40 മിനിറ്റ് ആയി. ഇന്നേ നിന്റെ ഗുരുവിന്റെ വീട്ടിലേക്ക് പോണം, ഓർമ്മയുണ്ടോ? ശരിയാണല്ലോ. അതുകൊണ്ടായിരിക്കും മാഡത്തിന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷം. ആ സന്തോഷത്തില് ബ്രഷ് പോലും ചെയ്തില്ല. ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ. തുളസി, ഏകദന്തം മഹാതായ കോടി സൂര്യ സമസ്ത. തുളസി, പൂവ്. ദാ മുത്തശ്ശ. തുളസി എവിടെ? അമ്മ അടുക്കളയിലുണ്ട്. തുളസി, തീപ്പെട്ടി എടുത്തോണ്ട് വാ. ചന്ദനത്തിരി കൊണ്ടുവാ. കർപ്പൂരം. ഇനി ആ ഉറക്കം തൂങ്ങി എഴുന്നേറ്റില്ലേ മോളെ? സാർ, മനസ്സിൽ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ സാറേ? ഈ കോഫി കുടിക്കൂ സാർ, ആലോചനകളെല്ലാം നേരെ ആയിക്കോളും സാറേ. ഏയ്, അതൊക്കെ വിട്. ചെയ്യേണ്ട ജോലി ചെയ്യാതെ സംസാരത്തിന് ഒരു കുറവില്ല. ഇന്ന് ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിരുന്ന വീട്ടുകാർക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ തന്നോട് വേറെ വീട് നോക്കാൻ പറഞ്ഞിരുന്നു. റെഡിയായോ? അയ്യോ, മറന്നുപോയി സാറേ. ചാനലുകാർ വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതിൽ പങ്കെടുക്കുന്നവരുടെ വീട്ടിൽ പോയി ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ വേണം. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. 2 പ്ലേറ്റ് ഉപ്പുമാവ്. ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഞാനാ ഉണ്ടാക്കിയത്. സാനന്ദേ, ഞാനും മേഘയും ഉപ്പുമാവ് കൊണ്ടുവന്ന ബോക്സ് കൊടുക്കാൻ ഒരു വീട്ടിൽ പോയിരുന്നില്ലേ? അവരുടെ നമ്പർ മേഘയുടെയിലുണ്ട്, പോയി വാങ്ങിട്ട് വരൂ. സാർ, ആ ഉപ്മാവിന്റെ റെസിപ്പി പഠിക്കുന്നത് നമ്മുടെ കഫേക്ക് വേണ്ടിയല്ലേ? അത് നല്ലൊരു ബിസിനസ് ആയിരിക്കും സാറേ. ഏയ്, ഈ കഫേ നടത്തുന്നത് വെറും ബിസിനസ്സിനല്ലെന്ന് നിനക്കും അറിയില്ലേ? നല്ല റെസിപ്പി എല്ലാവർക്കും മനസ്സിലാവട്ടെ. നീ ആദ്യം പോയി ആ ഫോൺ നമ്പർ വാങ്ങിട്ട് വാ. ശരി സാറേ. കാപ്പി. ചൂടേയില്ല. ഹലോ സാർ, നമസ്കാരം. സാറ് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സുഖമായിരിക്കുന്നു സാർ? സുഖമായിരിക്കുന്നു. ഐ എം സോ സോറി സാർ. സാറിന്റെ കഫേയിലേക്ക് വന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര തിരക്കായി പോയി. അതാ വരാൻ പറ്റാത്തെ. അത് സാരമില്ല. ഞാനിപ്പോ ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാ ഫോൺ ചെയ്തത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുക്കിംഗ് പ്രോഗ്രാമിന് വേണ്ടി വീട് വീടാന്തരം വന്ന് വീട്ടമ്മമാരെ കൊണ്ട് പുതിയ റെസിപ്പികൾ ഞങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. അറിയാം സാർ, പ്രൊമോ ഞാൻ കണ്ടായിരുന്നു. ഓ, വളരെ നല്ലത്. അതിന്റെ ആദ്യ എപ്പിസോഡിന് വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
അതിനെന്താ സാർ, സാറ് വീട്ടിലേക്ക് വരുന്നതന്നെ വലിയ ഭാഗ്യമല്ലേ. പ്ലീസ് വരണം സാർ. പക്ഷേ ഞങ്ങൾ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ വരാനുള്ള തീരുമാനത്തിലാ. വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാ. നിങ്ങൾക്ക് അസൗകര്യമില്ലല്ലോ അല്ലേ? ഇന്ന് വരാന്നോ? ഉപ്പുമാവ് ഉണ്ടായി കൊടുത്തത് ആ തുളസിയാണല്ലോ. ഞാനെന്തിനാ ഇത്രയും നല്ല ചാൻസ് കളയുന്നത്? ഓക്കെ സാർ, ഇന്ന് തന്നെ വന്നോളൂ. നോ പ്രോബ്ലം, ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. താങ്ക് യു. കുക്കിംഗ് ഷോ ചെയ്യുന്ന മാധവൻ സാർ ഇങ്ങോട്ട് വരാമെന്ന്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്തോണ്ട് പോവാനാ. എന്താ നീ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്യുന്നെന്നോ? എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നേ? നിങ്ങളുടെ മരുമകളെ ടി വി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് തുളസി ഉണ്ടാക്കിയ ഉപ്പുമാവല്ലേ? ദാ നോക്ക്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. മിണ്ടാതിരുന്നാ മതി. ഈ വിഷയം പുറത്താരും അറിയരുത്, അത്രേ ഉള്ളൂ. അവരൊക്കെ ഇപ്പൊ തന്നെ വരും. അതിനു മുൻപ് വീടൊക്കെ അലങ്കരിച്ച് നല്ല സൂപ്പറാക്കി വെക്കണം. തുളസി ചേച്ചി, വീട്ടില് മരുമകൾ വന്നിട്ടും ചേച്ചിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ചേച്ചി എനിക്ക് ഒരു സഹായം ചെയ്തു തരണം. പറയുമോളെ നന്ദിനി. അത് ഇന്ന് എന്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അവർക്ക് ചേച്ചി ഉണ്ടാക്കുന്ന ഉപ്പുമാവെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാ. ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ആ ഫ്ലേവർ വരത്തില്ല. അതുകൊണ്ട് ചേച്ചി എനിക്ക് ഉപ്പുമാവ് ഒന്നും ഉണ്ടാക്കി തരാവോ പ്ലീസ്? ഇന്നാണോ? അതെ തുളസി ചേച്ചി. അയ്യോ, ഇന്ന് വളരെ ബുദ്ധിമുട്ടാ മോളെ. ഞങ്ങളെല്ലാരും ഞങ്ങളുടെ ബന്ധുവിന്റെ വീട്ടിൽ പോവാ. അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കി തരാം. ഒന്നും വിചാരിക്കല്ലേ. അങ്ങനെയാണോ? ഞാൻ എന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു പോയല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കും, ആരും ഒന്നും കഴിക്കാതെ വരണമെന്ന്. അവരൊക്കെ വിശന്നായിരിക്കുമല്ലോ വരുന്നത്. അവർക്ക് ഉപ്പുമാവ് കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും വിഷമാവില്ലേ? അങ്ങനെയാണോ? ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാ. ക്ഷമിക്കണം ചേച്ചി, നിങ്ങളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ വിളിച്ചു പറയട്ടെ? അയ്യോ, അത് വേണ്ട. നീ അവരോട് കഴിക്കാതെ വരണമെന്നല്ലേ പറഞ്ഞത്? ശരി, ഞാൻ ഉണ്ടാക്കി തരാം. ഒരുപാട് നന്ദി. ഞാൻ കഷ്ടപ്പെടുത്തിയെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല മോളെ. തുളസി ചേച്ചി, ഒരു റിക്വസ്റ്റ് കൂടി. ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഉപ്പുമാവ് ഞാനാ ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് ബിൽഡപ്പ് ഒക്കെ കൊടുത്തു. ചേച്ചിയാ ഉണ്ടാക്കിയെന്നറിഞ്ഞാ അവരെന്നെ കളിയാക്കും. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാ വീടിന്റെ പുറകുവശത്തോടെ കൊണ്ടുതരുമോ? അപ്പൊ അവരും അറിയില്ല. അതിനെന്താ, ഞാൻ കൊണ്ടുവന്ന് തരാം. വലിയ മനസ്സാ ചേച്ചിക്ക്. പോയിട്ട് വരേ. അമ്മായി, ആ കട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടേക്ക്. പിന്നെ ആ ഹാളിലുള്ള ഫുഡ് മാറ്റൊക്കെ ഒന്ന് മാറ്റിയേക്ക്. TV സ്റ്റാൻഡിന് മാച്ചായിട്ടുള്ളത് ഇട്ടേക്ക്. ശരി മോളെ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നീ ഉപ്പുമാവ് ഉണ്ടാക്കാൻ റെഡിയാണോ? അതിനല്ലേ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മാധവൻ സാറ് ആ ഉപ്പുമാവ് കഴിച്ചിട്ട് ഞെട്ടിപ്പോകും. നീ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിച്ച് അത്ഭുതപ്പെടും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നന്ദിനി കെയർ ചെയ്യുന്നവളല്ല. നിന്റെ ഭർത്താവിനെ പോലും നോക്കാത്തോളല്ലേ നീ? അതുകൊണ്ടല്ലേ എന്റെ മോൻ ദുബായിലേക്ക് പോയത്? എന്താ പറഞ്ഞത്? അത് ഡെക്കറേഷന്റെ പണി കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞതാ. വന്നേ, നമുക്കത് ചെയ്യാം. ഇപ്പഴേ ഇവരെന്നോട് ഇങ്ങനെയാ പെരുമാറുന്നത്. ഞാൻ ആ തുളസി ചേച്ചിയെ പോലെ അപ്പാവിയായിരുന്നെങ്കിലേ ഇവരെന്നെ പണിയെടുപ്പിച്ച് കൊന്നേനെ. സർ, പ്ലീസ് അകത്തേക്ക് വരൂ. സർ, ഒരു സെക്കൻഡ്. അയ്യോ, ക്യാമറ ഓൺ ആയിക്കോളൂ. അമ്മേ, ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കുന്നേ? നമ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞില്ലേ? അടുത്ത വീട്ടിലെ നന്ദിനി ചോദിച്ചു. അവളുടെ ഫ്രണ്ട്സിന് എന്റെ ഉപ്പുമാവ് വലിയ ഇഷ്ടമാണത്രേ. ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു. ശരിയെന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെയാണോ? അമ്മേ, കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ഒരു ലേശം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാ, നിനക്ക് എത്ര വേണോ കഴിക്കേ. ഇതാ. അമ്മേ, സീരിയസ്ലി ഇതുപോലത്തെ ഉപ്മാവ് എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. അമ്മായി. അയ്യോ, ഇതൊക്കെ എന്തിനാ? സർ, ഇത് ആദ്യത്തെ എപ്പിസോഡാണെന്നല്ലേ പറഞ്ഞത്? ഇനി വരുന്ന എപ്പിസോഡെല്ലാം ഗംഭീരമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ശരി. വന്നാട്ടെ സർ. അമ്മാവ വരൂ. ഈ സൈഡിലേക്ക് വരൂ അമ്മായി. നിങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ മാഡം. ഷൂട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഇനി എടുത്തോളൂ. സർ, ഇതെന്റെ അമ്മായി, അതമ്മാവൻ. ആക്ച്വലി എന്റെ ഹസ്ബൻഡ് ദുബായിലാണ്. ഞാനും അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇവിടെ അമ്മായി അമ്മാവനും തനിച്ചല്ലേ ഉള്ളൂ. അതാ പോകാഞ്ഞ്. ഞാനിവിടെ നിന്ന് അവർക്കൊരു സഹായമാവല്ലോ. സർ, സാറിന് കോഫി ടീ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, അതിനുള്ള സമയമില്ല. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? സർ, തീർച്ചയായും. ഞാൻ റെഡി. കിച്ചൺ അവിടെയാ. വരൂ സർ. ദാ നോക്ക്, എന്റെ വീട് നന്നായി ഷൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ചേട്ടാ, എന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട് മാഡം. ആക്ച്വലി എന്താണെന്നറിയോ, മാധവൻ സാറിന് ഡെയിലി ടി വി കാണിക്കുന്നതല്ലേ. അതുകൊണ്ട് എന്നെ ഫോക്കസ് ചെയ്താൽ മതി പ്ലീസ്. ഓക്കെ, ഡൺ. രുചികരമായ റെസിപ്പിയോടൊപ്പം നിങ്ങളുടെ ദുഃഖങ്ങൾ മറക്കാൻ കഴിയുന്ന ഗുണപാഠങ്ങളോടെ കുക്കിംഗ് പ്രോഗ്രാമർ മാധവന്റെ നമസ്കാരം. വീട് വീടാന്തരം പോയി രുചികൾ മനസ്സിലാക്കുന്നതിന്റെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് ശ്രീമതി നന്ദിനി. ഞങ്ങളിപ്പോ ഇവരുടെ വീട്ടിലാണുള്ളത്. വ്യത്യസ്തവും രുചികരവുമായ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരും. നമസ്കാരം നന്ദിനി. നമസ്കാരം സർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് ഞാനിന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് ഞാൻ ഈ നിൽക്കുന്ന നന്ദിനിയെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. റോഡിൽ നിന്ന് കിട്ടിയ ഒരു ബോക്സ്, അതിൽ നിന്ന് വന്ന ഉപ്പുമാവിന്റെ മണം എന്നെ ഈ വീട് വരെ എത്തിച്ചതിന്റെ ഒരു കാരണമാണ്. ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത് നന്ദിനിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. അറിയില്ല സർ, സാറിനെ പോലൊരു വലിയ സെലിബ്രിറ്റിയുടെ ഷോയിൽ പങ്കെടുക്കണമെന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടാവാം ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവിന്റെ ബോക്സ് സാറിന്റെ കയ്യിൽ കിട്ടിയത്. സെലിബ്രിറ്റി ഞാനല്ല, ഇത്രയും നന്നായി ഉപ്പുമാവ് ഉണ്ടാക്കിയ നിങ്ങളാണ്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇൻഗ്രീഡിയൻസ്: വറുത്ത തേങ്ങ, വറ്റൽമുളക്, റവ, കറിവേപ്പില, തേങ്ങ, ശർക്കര, എള്ള്, ഉപ്പ്, കടുക്. അമ്മേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ? വേണ്ട പൊന്നു, നീ പോയി അപ്പു റെഡിയായോ നോക്ക്. ഞാൻ ഇത് കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവാം. എന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് മറന്നുപോയോ? എന്തോ അന്നത്തെ
ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നുന്നില്ല. എന്തോ ഒരു കുറവ് പോലെ. അത് വരും സാർ. ഇത് കുറച്ചുനേരം കൂടി ഇങ്ങനെ കുക്കാവണം. ഉപ്പുമാവ് നല്ല രീതിയിൽ വരണ്ട് വരണം. അതാ. അത് ശരിയാ. പ്രേക്ഷകരെ, രുചികരമായ ഉപ്പുമാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സാർ, ഉപ്പുമാവ് ഏകദേശം റെഡിയായി. ഓ ആണോ? എന്നാലും അതിന്റെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. സാരമില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് ഇനി ഒരേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ഇടേണ്ടതുണ്ട്. ഓക്കെ. പക്ഷേ അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് എന്റെ മുത്തശ്ശി എന്റെ അമ്മയ്ക്കും എന്റെ അമ്മ എനിക്കും പാരമ്പര്യമേ പറഞ്ഞു തന്നതാ. ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. സർ, ഒരു 2 നിമിഷം ആ ഒരു ഫൈനൽ ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ട് ഞാൻ എല്ലാവരെയും വിളിക്കാം. സോ പ്ലീസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ. ബ്രേക്ക്. ഇതാ മോളെ. ആരോ വന്നു പോയതുപോലെ തോന്നുന്നല്ലോ. സർ, റെഡിയായി, വന്നോളൂ. ആ, സർ, സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്പെഷ്യൽ കടല ഉപ്പുമാവ് റെഡി. നിങ്ങളുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ സ്മെല്ല് വരുന്നുണ്ട്. റെഡിയാകുമ്പോ മണം വരുന്നു ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു, ഇപ്പൊ കിട്ടുന്നുണ്ട്. പ്രേക്ഷകരെ, നന്ദിനി ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കരുത് പ്ലീസ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ? തീർച്ചയായും സർ. ഉറക്കം തൂങ്ങി, എടാ ഉറക്കം തൂങ്ങി. ഇനിയും നീ റെഡിയായില്ലേ? റെഡിയായി കഴിഞ്ഞ മുത്തശ്ശ. അയ്യോ, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേര് കണ്ണാടിയുടെ മുന്നിൽ നിന്നാ തന്നെ കണ്ണാടി പോലും നാണിച്ചു പോവും. അമ്മാതിരി മേക്കപ്പാ ചെയ്യുന്നേ. അല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഇത്രയും വയസ്സായല്ലോ. അല്ല, മുത്തശ്ശ മുഖത്ത് പൗഡർ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ കുറെ നേരം സമയം ചെലവഴിക്കാറുണ്ടല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ആർക്കാടാ ഇവിടെ വയസ്സായത്? ഈ വീട്ടില് ഒരു പേരക്കുട്ടി ഉണ്ടാവുന്നത് വരെ ഈ ദത്തന് വയസ്സാകില്ല. ഇവൻ എപ്പോഴും ഇങ്ങനെ യങ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. ഒന്ന് പോവും മുത്തശ്ശ. കുണുങ്ങിയതൊക്കെ മതി. വിളിക്കും നിന്റെ ഭാര്യയും അമ്മയും. മരുന്ന് കഴിച്ചില്ലെന്നാ തോന്നുന്നു. അമ്മാ, ബോസേ. വരുന്നു അപ്പോ. സ്വീറ്റ്സ്, പഴങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു അമ്മാവാ. ഇങ്ങ് താമേ, ഞാൻ വെച്ചോളാം. കുഴപ്പമില്ല അപ്പോ, ഞാൻ വെച്ചോളാം. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ക്യാബ് ബുക്ക് ചെയ്തല്ലോ. ബുക്ക് ചെയ്തു മുത്തശ്ശ. 1 മിനിറ്റുള്ളിൽ ഇങ്ങെത്തും. നമ്മൾ ഇറങ്ങുമ്പോ കറക്റ്റ് ആയിരിക്കും. എന്നാ ഇറങ്ങാം. തുളസി, വീട് നന്നായിട്ടൊക്കെ പൂട്ടിയിട്ട് വരണം. ശരി അമ്മാവാ.